വ്യത്യസ്തമായ പ്രചാരണ രീതികളിലൂടെ വേനൽ ചൂടിനോടൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടിനെയും വരുതിയിലാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. തണ്ണിമത്തൻ വിളവെടുത്തായിരുന്നു മലപ്പുറം ഏറനാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ബഷീറിന്റെ വേറിട്ട പ്രചാരണം. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ മൈത്ര കൂത്തുപറമ്പിലെ കൃഷിയിടത്തിൽ നടന്ന തണ്ണിമത്തൻ വിളവെടുപ്പിൽ പങ്കുചേർന്നാണ് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന നടത്തിയത്. കർഷകർക്കൊപ്പം പാടത്തിറങ്ങി തണ്ണിമത്തൻ വിളവെടുത്ത സ്ഥാനാർത്ഥി അത് നാട്ടുകാർക്കായി മുറിച്ചു നൽകുകയും ചെയ്തു. കനത്ത ചൂടിൽ വോട്ടർമാരെ നേരിൽ കാണാനെത്തിയ സ്ഥാനാർത്ഥിയുടെ ഈ മധുരമുള്ള ഇടപെടൽ പ്രചാരണത്തിലെ വേറിട്ട രീതിയായി. ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അബ്ദുൾ ഹമീദിന്റെ 1.5 ഏക്കറോളം വരുന്ന കീഴ്പ്പാടത്താണ് തണ്ണിമത്തൻ വിളവെടുപ്പ് നടന്നത്. കഴിഞ്ഞ 3 കൊല്ലമായി വളരെ നല്ല രീതിയിൽ വിളവെടുപ്പ് നടക്കുന്ന ഒരു കൃഷിയാണ് ഇവിടുത്തെ നമ്മുടെ ഈ ബത്തക്ക കൃഷി. ഇതിന് അദ്ദേഹത്തിന് വരുന്ന ചെലവ് കഴിച്ചിട്ട് ബാക്കി വരുന്ന വരുമാനങ്ങളൊക്കെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടോട്ടി ഡയാസ് സെന്ററിനാണ് അദ്ദേഹത്തിന്റെ ലാഭം കൊടുക്കുന്നത്. അങ്ങനെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ബിച്ചുട്ടിയും കുടുംബവും ഇവിടെ നടത്തുന്നത്. പൊതുപ്രവർത്തനത്തിനൊപ്പം കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഹമീദ് 3-ാം തവണയാണ് തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിജയം കൊയ്യുന്നത്. പൊള്ളാച്ചിയിൽ നിന്നുള്ള ഷുഗർ കിങ് ഇറാനി, ജൂബിലി കിങ് തുടങ്ങിയ മികച്ച ഇനം വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. കൃത്യമായ തുള്ളിനന രീതിയിലൂടെയാണ് കൃഷിയിടം പരിപാലിക്കുന്നത്. തണ്ണിമത്തൻ കൃഷിയിൽ നിന്നുള്ള ലാഭവിഹിതം കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന് കൈമാറുമെന്നും വിളവെടുപ്പിന് ശേഷം അബ്ദുൾ ഹമീദ് അറിയിച്ചു. രാഷ്ട്രീയത്തിനൊപ്പം കാർഷിക സംസ്കാരത്തെയും ജീവകാരുണ്യത്തെയും കൂട്ടിയിണക്കിയ പ്രചരണം ഊർങ്ങാട്ടിരിക്ക് വേറിട്ട അനുഭവമായി മാറി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.